ജനുവരി മാസം കാനഡ അഭിമുഖീകരിച്ച താപനിലകൾ അന്റാർട്ടിക്ക ഭൂപടത്തിന് സമാനമായിരുന്നു. കഴിഞ്ഞ 50 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ മൈനസ് ടെമ്പറേച്ചറാണ് കാനഡയിലെ ക്യാപിറ്റൽ സിറ്റിയായ ടൊറന്റോയിൽ ഈ ദിവസങ്ങളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഈ അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടായ സ്നോഫോളും വിൻഡ്ചില്ലും ജനജീവിതം താറുമാറാക്കി. ഈ അത്യന്തം തണുത്ത താപനിലകൾ അനുഭവപ്പെട്ടതിന് കാരണം പോളാർ വോർട്ടെക്സ് ദുർബലമായതാണ്. പോളാർ വോർട്ടെക്സ് എന്ന് കേൾക്കുമ്പോൾ അതിഭയങ്കരമായ എന്തോ എന്ന് തോന്നുമെങ്കിലും നമ്മുടെ മനോരമ, ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ മഴക്കാലത്ത് സ്ഥിരം കേൾക്കുന്ന വാക്കാണ്. ഉത്തരം മനസ്സിലായവർ ഉടൻ കമന്റ് ഇടും. പോളാർ വോർട്ടെക്സ് ധ്രുവ ചുഴലി ദുർബലമായത് മൂലം എങ്ങനെ കാനഡയിൽ അതിശൈത്യം സംഭവിച്ചു എന്ന് നോക്കാം. നോർത്ത് പോളിൽ രൂപപ്പെടുന്ന ധ്രുവ ചുഴലി അഥവാ പോളാർ വോർട്ടെക്സ് അത്യന്തം തണുത്ത കാറ്റിന്റെ വലിയ ഒരു വലയമാണ്. ഈ ചുഴലിക്കുള്ളിലെ കാറ്റിന് 150 km/h സ്പീഡ് -100 ഡിഗ്രി വരെ തണുപ്പും ഉണ്ടാകും. ഈ അതിശൈത്യ ചുഴലി ദുർബലമാകുമ്പോൾ തെക്കോട്ട് ഒഴുകി കാനഡയിലും ഈ ആർട്ടിക് ടെമ്പറേച്ചേഴ്സ് കൊണ്ടുവരുന്നു. ഈ പ്രതിഭാസത്തെ ആർട്ടിക് വേവ് ബ്ലാസ്റ്റ്, പോളാർ സ്നോ സ്റ്റോം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാനഡയിലും അമേരിക്കയിലും അസാധാരണമായ റെക്കോർഡ് സ്നോഫോളും മൈനസ് ടെമ്പറേച്ചറും കൊണ്ടുവന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.